ഇസ്രായേലിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിറക്കി. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഇസ്രായേലിൽ വർക്ക് വിസയിൽ താമസിക്കുന്നുണ്ട്. പ്രധാനമായും നഴ്സിംഗ് മേഖലയിലും കെയർ ഹോമുകളിലും മറ്റുമാണ് മലയാളികൾ സേവനം ചെയ്യുന്നത്. സംഘർഷമേഖലയിലും റോക്കറ്റ് ആക്രമണ ഭീഷണി കൂടുതലുള്ള ഇടങ്ങളിലുമായിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇസ്രായേലിലെ നമ്മുടെ സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും കടുത്ത മാനസിക വൈകാരിക സംഘർഷത്തിലൂടെ കടന്നുപോവുകയാണ്. ഇടവകകളും സംഘടനകളും ഇസ്രായേലിലായിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും കുടുംബാംഗങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും വേണം. പതിവിൽ നിന്നും വ്യത്യസ്തമായി സംഘർഷത്തിനപ്പുറം പൂർണ്ണ യുദ്ധത്തിന്റെ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വാർത്തകൾ അനുസരിച്ച് ഇസ്രായേലിൽ 8,000-ഓളം മലയാളികളുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും ഡൽഹി വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന ഗവൺമെന്റും ഏകോപിതമായി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കേണ്ട സാഹചര്യമുണ്ട്. ഇസ്രായേലിലേക്ക് വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ പ്രത്യേക വിമാനമയച്ച് ആളുകളെ തിരികെ എത്തിക്കുന്ന കാര്യവും പരിഗണിക്കണം. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പള്ളികളിലും സന്യാസ ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന അവസാനിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.